കോഴിക്കോട് താലൂക്ക് ആശുപത്രിയിൽ നിന്നുമുണ്ടായത്. അവിടുത്തെ ഒരു ഡോക്ടർക്ക് നേരെ മൃഗീയമായൊരു ആക്രമണം നടന്നിരിക്കുന്നു. ഒരു സനൂപ് എന്ന് പറയുന്ന ഒരു യുവാവാണ് ആക്രമണം നടത്തിയത്. എന്തായാലും ഈ ആക്രമണത്തിൽ വിപിൻ എന്ന് പറയുന്ന ഡോക്ടർക്ക് തലയ്ക്ക് ഗുരുതരമായ മുറിവേറ്റിട്ടുണ്ട്. ആ സംഭവത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്ത് എന്നതിലേക്ക് ആദ്യം പോകാം. ഈ സനൂപ് എന്ന് പറയുന്ന വ്യക്തി 3 മക്കളുടെ പിതാവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടിക്ക് അടുത്തിടെ ഒരു പനി ബാധിച്ചു. അത് ഓഗസ്റ്റ് മാസത്തോടു കൂടിയാണ് പനി ബാധിച്ചത്. അങ്ങനെ ആദ്യമേ താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നു. എന്നാൽ പനി മാറുന്നില്ല. പിന്നീട് രോഗം മൂർച്ഛിച്ചതോടുകൂടി കുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയാണ്. എന്നാൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് 9 വയസ്സുകാരിയായ അനയ എന്ന് പറയുന്ന ആ കുട്ടി മരണപ്പെട്ടു. ഇത് പിന്നീട് അമീബിക് മസ്തിഷ്ക ജ്വരം മൂലമാണ് എന്ന് കണ്ടെത്തി. മറ്റ് 2 കുട്ടികൾക്കും ഇതേപോലെ സമാനമായ രീതിയിൽ അസുഖം ബാധിച്ചു. എന്നാൽ അവർക്ക് കൃത്യമായ ചികിത്സ ലഭ്യമായതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. കാരണം എന്താണ് അവരുടെ രോഗമെന്ന് മനസ്സിലാക്കാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞു. മറ്റേ കുട്ടിയെ സംബന്ധിച്ച് മരിച്ച കുട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ ആ കുട്ടിയുടെ രോഗം എന്താണ് എന്ന് തിരിച്ചറിയാൻ ഈ പറയുന്ന ഡോക്ടർമാർ പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് ആ കുട്ടി മരിച്ചുപോയത്. ഇതിൽ ഈ കുടുംബം വലിയ ഒരു പ്രതിഷേധത്തിലായിരുന്നു. ഒപ്പം തന്നെ അവർ സ്വാഭാവികമായിട്ടും ഒരു കുട്ടി മരിച്ചാൽ ഉണ്ടാകുന്ന മാതാപിതാക്കളുടെ വിഷമം, മാനസികമായ സംഘർഷമൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്തരം മാനസിക സംഘർഷത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ സനൂപിനുള്ളത്. ഇന്ന് ഉച്ചയോടുകൂടി കോഴിക്കോട് താലൂക്ക് ആശുപത്രിയിലേക്ക് ഇദ്ദേഹം കയറി വരികയാണ്. അവിടെ സൂപ്രണ്ടിന്റെ മുറിയിലേക്ക് കയ്യിൽ ഒരു വലിയ വടിവാളുമായിട്ടാണ് സനൂപ് കയറി വരുന്നത്. ഈ പറയുന്ന സൂപ്രണ്ട് അവിടെ ഇല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വന്ന് എൻ്റെ മകളെ കൊന്നില്ലേ എന്ന് ആക്രോശിച്ചുകൊണ്ട് ഈ വടിവാളെടുത്ത് വീശുകയായിരുന്നു. അന്നേരം അവിടെ സൂപ്രണ്ട് ഇല്ല. അവിടെ ഉണ്ടായിരുന്ന വിപിൻ എന്ന് പറയുന്ന ഡോക്ടറുടെ തലയ്ക്ക് വെട്ടേൽക്കുകയാണ് ഉണ്ടായത്. തലയ്ക്ക് സാരമായ രീതിയിൽ മുറിവ് പറ്റിയിട്ടുണ്ട്. ഉടൻ തന്നെ ഈ സനൂപിനെ പോലീസ് പിടികൂടി മാറ്റി. ഈ ഡോക്ടറെ ഉടൻ തന്നെ പ്രാഥമികമായിട്ടുള്ള ശുശ്രൂഷകൾ നൽകിയിട്ട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക്, സ്വകാര്യ ആശുപത്രിയാണ്, അവിടേക്ക് ഈ പറയുന്ന ഡോക്ടറെ മാറ്റിയിട്ടുണ്ട്. ഇതിനെതിരെ KGMO വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരികയും അവര് ഈ താലൂക്ക് ആശുപത്രിയിലെ പ്രവർത്തനം നിർത്തിവെക്കുകയും ജില്ലയിലെ മറ്റ് ആശുപത്രികളിലെ ഈ എമർജൻസി ഒഴികെയുള്ള പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു സമര പരിപാടിയിലേക്ക്, പൊടുന്നനെയുള്ള ഒരു പ്രതിഷേധ പരിപാടിയിലേക്ക് അവർ കടന്നിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം, 2023 കൊല്ലം കൊട്ടാരക്കരയിലെ താലൂക്ക് ആശുപത്രിയിൽ ഒരു രാത്രിയിൽ ഒരു വലിയ ആക്രമണം നടക്കുകയും അവിടെ വന്ദനാദാസ് എന്ന് പറയുന്ന ഒരു വനിതാ ഡോക്ടർ കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച, എല്ലാവരും വലിയ രീതിയിൽ അങ്കലാപ്പിലായ, ആരോഗ്യ മേഖലയിൽ ഡോക്ടർമാരും നഴ്സുമാരും എല്ലാവരും തന്നെ വലിയ അങ്കലാപ്പിലൊക്കെ ആയ ഒരു സംഭവമായിരുന്നു അത് ഈ സർക്കാരിനെ തന്നെ പിടിച്ചുലയ്ക്കുന്ന ഒരു കാര്യമായിരുന്നു. കാരണം അവിടെ മതിയായ സുരക്ഷയോ സംവിധാനങ്ങളോ ഒന്നുമില്ലായിരുന്നു. ഒരു പ്രതി അവിടെ പരിശോധനയ്ക്കായിട്ട് എത്തിയതാണ്. ആ പ്രതിയുടെ ആക്രമണത്തിൽ ആ ഡോക്ടർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനു പിന്നാലെ സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കുകയും ആശുപത്രി സംരക്ഷണ ഭേദഗതി ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ച് അത് ഗവർണർ ഒപ്പിട്ട് അങ്ങനെ അത് നിയമമായിട്ട് മാറുകയും ഒക്കെ തന്നെ ചെയ്തു. ആ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഈ പറയുന്ന ആരോഗ്യ മേഖലയിലെ ആരോഗ്യ രംഗത്തെയുള്ള ആളുകൾക്ക്, ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർക്ക് സംരക്ഷണം നൽകുന്നതായിരുന്നു. ഈ പറയുന്ന മെഡിക്കൽ കോളേജ്, അപ്പം തന്നെ ജനറൽ ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ, അവയൊക്കെ തന്നെ 3ആയിട്ട് വിഭജിച്ചുകൊണ്ട് അവയ്ക്ക് സംരക്ഷണം ഒരുക്കും. SIA, ASI, CPO പോലെയുള്ള ഉദ്യോഗസ്ഥരെ അവിടെ വിന്യസിക്കും. ഒപ്പം തന്നെ CCTV സ്ഥാപിക്കും. അതിൻ്റെ നിരീക്ഷണം ശക്തമാക്കും. ആരോഗ്യ പ്രവർത്തകർ ആക്രമിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തും. അവരുടെ സുരക്ഷ ഉറപ്പാക്കും. അവർക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യം, സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉറപ്പാക്കും. എന്നിങ്ങനെയുള്ള വ്യവസ്ഥകളൊക്കെ തന്നെ ഈ നിയമത്തിൽ ഉണ്ട്. കൂടാതെ ഇത്തരത്തിൽ ആരോഗ്യ പ്രവർത്തകരെ ആക്രമിക്കുന്നവർക്കെതിരെ പെട്ടെന്ന് സ്പീഡി ട്രയലിലൂടെ അവർക്ക് ശക്തമായ ശിക്ഷ, ഏറ്റവും വലിയ ശിക്ഷ ഉറപ്പാക്കുന്ന നിയമം കൂടിയാണ് അങ്ങനെ പാസ്സാക്കിയത്. അത്തരത്തിൽ ആ ഒരു കൊലപാതകം, ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകം കേരളത്തിൽ തന്നെ ഈ ആരോഗ്യ പ്രവർത്തകർക്ക് കൂടുതൽ സുരക്ഷ ഒരുക്കാനുള്ള ഒരു നിയമം നിർമ്മിക്കുന്നതിലേക്ക് സംസ്ഥാന സർക്കാരിനെ നിർബന്ധിതരാക്കുകയും അവര് ആ രീതിയിൽ ആ നിയമം പാസ്സാക്കി എടുക്കുകയും ചെയ്തു. എന്നാൽ ആ ഒരു നിയമം പാസ്സാക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല, മറിച്ച് അത് കൃത്യമായിട്ട് ശക്തമായിട്ട് സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ഇച്ഛാശക്തി വേണം, അല്ലെങ്കിൽ അതിനുള്ള നടപടിക്രമങ്ങൾ വേണം എന്ന് വിളിച്ചോതുകയാണ് ഇന്ന് ഇപ്പോൾ ഈ കോഴിക്കോട് താലൂക്ക് ആശുപത്രിയിൽ നടന്നിരിക്കുന്ന അക്രമം നമുക്ക് വെളിവാക്കുന്നത്.
ഈ പറയുന്ന നിയമം പാസ്സായിട്ടും വീണ്ടും ആരോഗ്യ പ്രവർത്തകർ ഈ രീതിയിൽ ആക്രമിക്കപ്പെടുന്നത് വെറും ആക്രമമല്ല, വടിവാൾ പോലെയുള്ള മാരകായുധങ്ങൾ കൊണ്ട് പൊടുന്നനെ കയറി വന്ന് അവരെ ആക്രമിക്കുകയാണ്. ഗുരുതരമായ പരിക്കേറ്റ് ഈ ഡോക്ടർ ചികിത്സയിലാണ്. അപ്പോൾ എന്തിനാണ് അത്തരം ഒരു നിയമം നിർമ്മിച്ചത് അല്ലെങ്കിൽ നിയമം പാസ്സാക്കി എടുത്തത് എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നു. ഒരു നിയമം പാസ്സാക്കാനുള്ള ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരിന് അതെന്തുകൊണ്ട് നടപ്പിലാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളാനാകുന്നില്ല എന്ന ചോദ്യം അവിടെ ഉയരുകയാണ്. നമുക്കറിയാം, നേരത്തെ ഈ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരോഗ്യമന്ത്രി ആരോഗ്യ മേഖലയിലെ വീഴ്ചകളെയൊക്കെ തന്നെ ന്യായീകരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് KGMOയെ പറയുന്നത് ആരോഗ്യ പ്രവർത്തകരെ സംരക്ഷിക്കുന്നതിൽ സിസ്റ്റം പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതായത് ആരോഗ്യമന്ത്രി തന്നെ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് സർക്കാരിന് കീഴിലുള്ള ഈ പറയുന്ന ഡോക്ടർമാരുടെ സംഘടനയായ KGMOയെ വിമർശിക്കുകയാണ്. മന്ത്രി എന്തായാലും ഇക്കാര്യത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വലിയൊരു കാര്യം തന്നെയാണ്. കുറ്റക്കാരെക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും, അവർക്ക് ശിക്ഷ ഉറപ്പാക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഓരോ കാലത്തും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ബന്ധപ്പെട്ട മന്ത്രിമാർ പറയുന്നതാണ്. അത്തരത്തിലുള്ള വാക്കുകളല്ല. ഇവിടെ ഒരു നിയമം നിലവിലുണ്ട് സംസ്ഥാനത്ത്. ആ നിയമം പൂർണ്ണമായി നടപ്പിലാക്കാൻ ഈ പറയുന്നത് പോലെ ആ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ ഓരോ ആശുപത്രികളിലും അവർക്ക് മതിയായ സുരക്ഷ ഒരുക്കുക, പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ അത്തരത്തിലുള്ള വ്യവസ്ഥകൾ അല്ലെങ്കിൽ ആ നടപടികളൊക്കെ തന്നെ നടപ്പിലാക്കാനുള്ള ഒരു കാര്യങ്ങളും സർക്കാരിന്റെ ഭാഗത്തും ഉണ്ടാകുന്നില്ല. അത് സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ഗുരുതരമായ വീഴ്ചയാണ്. ആ വീഴ്ചയുടെ മറ്റൊരു ഇരയായിട്ട് ഈ ഡോക്ടർ വിപിൻ മാറിയിരിക്കുന്നു എന്നതാണ് ഏറെ ഖേദകരമായ ഒരു കാര്യം.